ജോർജുട്ടിയുടെ വക്കീൽ തന്നെയാണോ? ജോർജുട്ടിയുടെ വക്കീൽ തന്നെയാണോ? എന്നെ കണ്ടിട്ട് മറുകണ്ഠം തോന്നുന്നു. ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും ഞെട്ടിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ കാണാം. ജോർജ് കുട്ടി എന്ന് പറയാം, ജയിലിലേക്ക് പറഞ്ഞേക്കില്ല നമുക്ക് ബാക്കി പിടി കൊടുക്കണോ? നിങ്ങൾക്ക് എന്താ ആവശ്യം? ഇപ്പോൾ കൊടുക്കരുത്. മാം, ദൃശ്യത്തിനെ പറ്റിയിട്ട് നിലവിൽ പറയാൻ പറ്റുന്നത് എന്താണ്, സ്പോയിലർ അല്ലാത്ത രീതിയിൽ? ഡയറക്ടർ ജിത്തു സാറല്ലേ സാറ്, എനിക്കൊന്ന് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു. സാറ് പറഞ്ഞതൊക്കെ തന്നെയാണ്, എനിക്ക് പറയാനൊന്നും ഇല്ല. മാമിന് എത്ര ദിവസം ഉണ്ടായി ഡേറ്റ്? 3-4 ദിവസമൊക്കെ തന്നെയാണ്. കോടതി സീൻ തന്നെയാണ്. ജോർജുട്ടിയുടെ വക്കീൽ തന്നെയാണോ? ജോർജുട്ടിയുടെ വക്കീൽ തന്നെയാണോ? എന്നെ കണ്ടിട്ട് മറുകണ്ഠം തോന്നുന്നു. വിശ്വസിക്കാവുന്ന വക്കീലാണല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്തെങ്കിലും ഞെട്ടിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ കാണാം. ജോർജ് കുട്ടി ഞെട്ടിക്കോ? എക്സ്പ്രഷൻ കുറച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇത്തവണ ജോർജ് കുട്ടിയെ പിടി കൊടുക്കില്ല, ജയിലിലേക്ക് പറഞ്ഞേക്കില്ല നമുക്ക്. ജോർജ് കുട്ടിനെ പിടി കൊടുക്കില്ല എന്ന് പറയാം, ജയിലിലേക്ക് പറഞ്ഞേക്കില്ല നമുക്ക് ബാക്കി പിടി കൊടുക്കണോ? നിങ്ങൾക്ക് എന്താ ആവശ്യം? ഇപ്പൊ കൊടുക്കരുത്. അപ്പൊ വക്കീലിന് ജോർജ് ദൃശ്യം എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ഇല്ലാണ്ട് അവസാനിപ്പിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെയില്ല, ഡയറക്ടർ പറഞ്ഞല്ലേ, ജിത്തു സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് സിനിമയായിരിക്കും. അതെങ്ങനെ പ്രേക്ഷകരുടെ പ്രതീക്ഷിക്കേണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നോർമലായിട്ടുള്ള മലയാളികൾ ദൃശ്യം 1ഉം 2ഉം കണ്ട മലയാളികൾ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് ദൃശ്യത്തിലേക്ക് വരില്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ നിങ്ങളുടെ അതേ അവസ്ഥയിലാണ്. ഞാൻ വളരെ സിനിമ കണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി സിനിമ കാണാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഞാൻ കുറച്ച് സീനിലുണ്ട്, അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് അത് അറിയില്ല. കഥ അറിയേണ്ട ആവശ്യമില്ല. ദൃശ്യം 4ഉം കഥ അറിയാണ്ടാണ് ഞങ്ങളോട് ആന്റണി ചേട്ടൻ പറഞ്ഞില്ലേ, ദൃശ്യം 3ഉം ഉണ്ടാവും, ദൃശ്യം 3-ല് അല്ല ദൃശ്യം 4ഉം ഉണ്ടാവും, ദൃശ്യം 3-ലും അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞു. എന്തേലും ജിത്തു സാറ് മാമിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന? എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ അതിനകത്ത് ഒരു ചെറിയ സീനിൽ അഭിനയിക്കുന്നു എന്നുള്ളത് മാത്രമേ, അല്ലാണ്ട് വേറെ ഓക്കെ.